നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിധിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് ഭാസ്കരൻ വരുന്നുണ്ട്. കാരണം ഭാസ്കരനാണ് സുധീഷിനെ എരിപൊരി കയറ്റി വിട്ടേന്നുള്ള കാര്യങ്ങളൊക്കെ നിധിയോട് പറയണല്ലോ. അങ്ങനെ നിധി താഴേക്ക് ഇറങ്ങി ചെന്നു. ഭാസ്കരനെ കണ്ടു കഴിയുമ്പോൾ ചോദിച്ചു, എന്താച്ചാ അച്ഛൻ രാവിലെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. സാധാരണ അച്ഛൻ ഇത്ര നേരത്തെ ഒന്നും എഴുന്നേക്കാറുള്ളതല്ലോ. അത് പിന്നെ മോളെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അച്ഛാ ഇത് ലേഡീസ് ഹോസ്റ്റലാണ്, അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. സാരമല്ല മോളെ, ഇവിടെ ഒന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, അതെ സുധീഷിനോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ദേഷ്യം തോന്നരുതെന്നോ? എന്താ അച്ഛൻ സുധീഷിന് വേണ്ടി സംസാരിക്കാൻ വന്നാണോ? അതല്ല മോളെ, സുധീഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ ആ തെറ്റ് ചെയ്തത്. അച്ഛൻ തെറ്റ് ചെയ്യുന്നോ? എന്തൊക്കെയാ ചേ പറയണേ? അത് പിന്നെ മോളെ, ഞാനാണ് സുധീഷിനോട് ഓരോന്നൊക്കെ പറഞ്ഞേ. നിന്റെ ഭാര്യയല്ലേടാ അവള്. ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ ഇതുവരെ ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ അവസാനം ഒരു സഹോദരനായിട്ട് കാണും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ ഹർട്ട് ചെയ്യിച്ചു. അപ്പം അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ഒന്ന് നിന്നോട് പെരുമാറിയത്. ഞാൻ പറഞ്ഞോണ്ടാ, അല്ലാതെ അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ അങ്ങനെയൊന്നും തോന്നത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അച്ഛാ അച്ഛനൊന്നും അല്ലേലും ഇത്തിരിയെങ്കിലും ബോധമില്ലേ? പ്രായം ചെല്ലുന്തോറും മനുഷ്യന് ഇച്ചിരി വിവരം വെളിവൊക്കെ വെച്ച് വരുമെന്നല്ലേ പറയണേ. എന്നിട്ടാണോ അച്ഛൻ സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ല മോളെ, അത് പിന്നെ ഞാൻ അച്ഛന് ഇത്തിരിയെങ്കിലും നാണമുണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? ഞാൻ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത് കേട്ടോ. പക്ഷെ അച്ഛൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. മോളെ, അത് പിന്നെ അവൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം അവന് നിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്നാലും സുധീഷിനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അച്ഛനവളെ ഇളക്കി വിട്ടെ. പക്ഷേ സുധീഷ് ചെയ്ത പ്രവൃത്തി അതെനിക്ക് പൊറുക്കാനൊന്നും പറ്റില്ല. മോൾ അങ്ങനെ പറയരുത്. മോള് വീട്ടിലേക്ക് തിരികെ വരണം. എല്ലാവരും നല്ല സങ്കടത്തിലാണ്. ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് എനിക്ക് അതിൻ്റെതായ സങ്കടമുണ്ട്. മോളെ, ഒരു തവണത്തേക്ക് ക്ഷമിക്കും മോളെ. അപ്പം പാവ, മോൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല സുധീഷിന്റെ പ്രവൃത്തിയെ. സുധീഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ല, അച്ഛൻ അറിയാവുന്നതല്ലേ ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം എങ്ങനെയായിരുന്നു? ഞങ്ങൾ തമ്മിൽ ഒരു അറേഞ്ച്ഡ് മാരേജോ അല്ലെങ്കിൽ പ്രണയവിവാഹമായിരുന്നോ? അതൊന്നും അല്ല. അപ്രതീക്ഷിതമായിട്ട് സുധീഷിന് എൻ്റെ കഴുത്തിൽ ഒരു താലി ആർത്തേണ്ടി വന്നു. ഞാൻ അത് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വില കൽപ്പിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാനിപ്പോഴും സുധീഷിൻ്റെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അരുതാത്തൊരു ബന്ധമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും സുധീഷില്ല. അപ്പോഴാണ് സുധീഷ് എൻ്റെ കൂടെ കയറി കിടക്കാനായിട്ട് വരുന്നത്. ഞാനെന്നല്ല, ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. നിധി തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, മോളെ അവൻ്റെ ഭാവം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവനെല്ലാ സ്ഥലത്തു നിന്നും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ ആകെപ്പാടെ സമനില തെറ്റി. അതുകൊണ്ടാന്ന് പറഞ്ഞു. വേണ്ടച്ചാ, അച്ഛൻ ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് സുധി ഭാസ്കരനെ ഒഴിവാക്കി. ഭാസ്കരൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു. നിധി ഭാസ്കരനെ ഒഴിവാക്കി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഭാസ്കരന്. ഒടുവിൽ ഭാസ്കരൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധി മുറിയിലേക്ക് പോന്നു. ഈ സമയത്ത് നികേഷ് കോളേജിലേക്ക് പോകാനായിട്ട് ബുക്കും പുസ്തകമൊക്കെ എടുത്തു വെച്ച് ബാഗും എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. പിന്നീട് സുഭാഷിനെ വിളിക്കണം. സുഭാഷിന് ഇതേ വരുന്നേടാന്ന് പറഞ്ഞു. അങ്ങനെ നികേഷിനെ കഴിക്കാനുള്ള ആഹാരം കൊണ്ട് കൊടുക്കണം. ആ സമയമാണ് സുധീഷിൻ്റെ വരവ്. സുധീഷിനെ കണ്ടിട്ടും നികേഷ് മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, എന്താടാ നിനക്ക് എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത, എന്നോടൊന്നും മിണ്ടാത്ത എന്താന്ന് ചോദിച്ചു. വേണ്ട, എന്നോട് കൂടുതലും മിണ്ടാൻ വരണ്ട. ഇതേ സുധീഷയുടെ പണി നോക്കി പോകാൻ പറഞ്ഞു. എടാ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നീതി പോയതിൻ്റെ കാരണക്കാരൻ ഞാനാണോ? പിന്നല്ലാതെ. നാണമുണ്ടോ സുധീഷേട്ടാ ഭാര്യ എന്ന് പറഞ്ഞ് അധികാരം സ്ഥാപിച്ചുകൊണ്ട് ചെല്ലാനായിട്ട്? എന്തെങ്കിലും നിധിയടുത്തി സുധീഷേട്ടനെ ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെൻ്റെ തെറ്റാണോ? സുഭാഷ് പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേ. ഹരീഷും കൂടെ വന്നു. ഹരീഷ് വന്നിട്ട് പറഞ്ഞു, എടാ സുധീഷേ, ഇത്രയെങ്കിലും മനുഷ്യനാണ് ഉളുപ്പ് വേണം. മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് മുറിയിലേക്ക് പോയിട്ട് അപമര്യാദയായിട്ട് പെരുമാറി കഴിയുമ്പോൾ ഏത് പെണ്ണിനാണോ നിന്നോട് ഇഷ്ടം തോന്നുന്നേ? സുധീഷ് പറഞ്ഞു, എല്ലാവരും കൂടെ എന്നെ കുറേ സമയമായിട്ട് ചീത്ത പറയുന്നുണ്ടല്ലോ, അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ അവളുടെ മുറിയിലേക്ക് കയറി, സത്യം തന്നെ. പക്ഷെ എൻ്റെ മനസ്സിലെ പ്രഷർ എന്താ ആരും ഒന്നും മനസ്സിലാക്കാത്തേ? ഞാൻ താലി കെട്ടി എൻ്റെ ഭാര്യ അവള്. നിനക്കത് മനസ്സിലായില്ലേ? എൻ്റെ താലി അവളുടെ കഴുത്തിൽ കിടക്കണേ. അപ്പം പിന്നെ ഞാൻ അവളുടെ മുറിയിൽ കയറി നോർത്തണം നിങ്ങൾക്ക് ആർക്കും അതൊന്നും പറയാനായിട്ടുള്ള വോയിസ് ഇല്ലാന്ന് പറഞ്ഞു.
സുഭാഷ് പറഞ്ഞു, താലി കെട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നീ അവളുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കണേന്ന് ഞങ്ങൾക്കറിയാം. അവൾ നിന്നെ കാണുന്നത് എങ്ങനെയാണെന്നും അറിയാം. എന്നിട്ടാണോടാ നീ അവളുടെ അടുത്ത് അധികാരം കാണിച്ചുകൊണ്ട് തന്നെ? ഇത്തിരിയെങ്കിലും നിനക്ക് നാണമുണ്ടോ? നീ കൂടുതലൊന്നും പറയണ്ട. നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, സുധീഷ് എന്നോട് സംസാരിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ആയിക്കോട്ടെ, എല്ലാവരും കൂടെ എന്നെ ചവിട്ടി പുറത്താക്കാൻ നോക്കിക്കോ. എല്ലാ കുറ്റം എൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടിക്കോ, ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും നിങ്ങളൊന്നും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു അബദ്ധം പറ്റി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു. അതിന് ഇത്ര കുറ്റപ്പെടുത്തേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ദേഷ്യപ്പെട്ടു, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ സുധീഷ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റോഡിൽ കൂടെ നടന്നു പോണ സമയത്ത് സുധീഷിൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല സുധീഷേ, നിന്റെ ഭാര്യ എന്തിയെ പിണങ്ങി പോയെന്നൊക്കെ ചോദിച്ചു. സുധീഷിന് ദേഷ്യമായി. അല്ല, എന്നാലും ഇത്ര പെട്ടെന്നേ ഇത്രയ്ക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടാതെ ആ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. ആ നല്ല കുടുംബത്തിലെ പെണ്ണല്ലേ, എങ്ങനെ വന്ന് ആ വീട്ടിൽ നിൽക്കാനാന്ന് പറ. ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലൊക്കെ ഒരു പെണ്ണിന് കഴിയാൻ പറ്റുന്നതാണോ? 3-4 ആണുങ്ങളുടെ നടുവില് ഇത്രയും ദിവസം ആ പെൺകുട്ടി അവിടെ നിന്നല്ലോ, അതന്നെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാതോരാതെ ഇങ്ങനെ സംസാരിക്കുക. സുധീഷിന് ദേഷ്യമായി. അപ്പോഴേക്കാണ് ഹരീഷിന്റെ വരവ്. ഹരീഷ് വരുമ്പോഴത്തേനും സുധീഷ് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ ഭാര്യ പിണങ്ങി പോകാതിരിക്കോ, അതെൻ്റെ വീട്ടിലെ കാര്യം. കൂടുതൽ എന്നോട് ചൊറിയാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. ഹരീഷ് വന്നിട്ട് ചെന്താ ഇവർക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയണം. എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയെന്നറിയണം. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ ഹരീഷ് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ വന്നു വെച്ചി. കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എടുത്തിട്ടടിച്ചേ, അന്നേരം ഞങ്ങൾ ചോദിക്കാൻ വന്നോ? നീക്ക് ഇത്രയെങ്കിലും നാണമുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കോ? ഹരീഷും വിട്ടുകൊടുത്തില്ല, നല്ല പണം തന്നെ ചേച്ചിക്കിട്ട് കൊടുത്തു. അപ്പോഴേക്കും അവർ പറഞ്ഞു, ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു, എൻ്റെ ഭർത്താവിനെ കൂട്ടി ഞാൻ വരുന്നുണ്ട്, ഞാൻ വന്ന് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു. ആ ചോദിക്കാനായിട്ട് അങ്ങോട്ട് ഭർത്താവിനെ വിളിച്ചോട്ടോ, അങ്ങേർക്കിട്ട് 2 കുറവുണ്ട്, നിങ്ങളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് സുധീഷിനെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ ഒടുവിൽ വർക്ക്ഷോപ്പിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഹരീഷിനോട് സുധീഷ് പറഞ്ഞു, എടാ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപക്ഷെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ടെൻഷനായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. ഹരീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുധീഷ് ഏട്ടാ, സംഭവിക്കാനുള്ള സംഭവിച്ചു. നിധി അടുത്ത് പോവുകയും ചെയ്തു. നിധി അടുത്ത് എങ്ങനെയാണ് തിരികെ കൊണ്ടുപോകാനുള്ള വഴി എന്തെങ്കിലും വെച്ച് നോക്ക്. എടാ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കാം. പക്ഷേ അവൾ വരുമോ എന്ന് എനിക്കറിയില്ല. അവളുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം തന്നെയായിരിക്കും. അപ്പോഴേക്കുമാണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. നീതു വന്ന് നോക്കി, ഓ ഇപ്പോഴും സുധീഷേണ്ണുണ്ടോ? എപ്പം നോക്കിയാലും ഇവിടെ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞു. സുധീഷേണ്ണ ജോലിയും കൂലിയൊന്നും ഇല്ലേ, ഈ വർക്ക്ഷോപ്പിൽ വന്നിരിക്കാതെന്ന് ചോദിച്ചു. സുധീഷിന് ദേഷ്യമായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊഞ്ചാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്, ഒരു കാമയ്ക്ക് വന്നിരിക്കുന്നു, നിനക്ക് വേറൊരു പണിയില്ലേ, എപ്പോഴും എന്നെ കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അതോടൊപ്പം നീതു പറഞ്ഞു, ഞാനേ എൻ്റെ ഹരീഷിൻ്റെ അടുത്തേക്കാണ് വന്നേ, പിന്നെ അവളുടെ ഒരു ഹരീഷ് വന്നിരിക്കുന്നു, പോടി അവിടുന്ന്. 5 മിനിറ്റ് കിട്ടുന്ന അവൾ സൊള്ളാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇവൻ ഇവിടെ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലേ, ഇവന് പണി ചെയ്യണ്ടേ? നീ ഇങ്ങനെ ഇവിടെ ഒന്ന് വായും പൊളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതു പറഞ്ഞു, അതെ നിങ്ങൾ എവിടെ എപ്പോഴും വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങി പോടി അവിടുന്ന്, നീ ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് സൗകര്യം ഉള്ളപ്പോഴൊക്കെ ഞാൻ വരുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ, പോടാന്നോ? നീയോ ഒറ്റ എണ്ണം കിട്ടിട്ട് തന്നാലെന്നും പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, സുധീഷ് ചേട്ടാ പ്ലീസ് വഴക്കുണ്ടാക്കല്ലെന്ന് പറഞ്ഞു. നീതിനോട് പറഞ്ഞു, നീ ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ ഇവൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവനോ? ഏതിവന്? മര്യാദയ്ക്ക് സുധീഷ് ചേട്ടാന്ന് വിളിക്കടി, പിന്നെ ചേട്ടാന്ന് വിളിച്ചു. ഞാൻ പിന്നെ വരാം ഹരീഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നീതു അങ്ങോട്ട് പോയി. ആ സമയം സുധീഷ് പറഞ്ഞു, ഓഹ് എൻ്റെ ദൈവമേ, ഇവളെ കൊണ്ടൊക്കെ മടുത്തു പോകത്തോളല്ലോ, രാത്രി ഫോൺ സംസാരം, പിന്നെ രാവിലെ വന്ന് ഇവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കും. എൻ്റെ ഹരീഷ നീ എങ്ങനെ സഹിക്കുന്നു ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, അതൊക്കെ എന്തേലും ആട്ടെ, സുധീഷേൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഞാൻ അവളെ പോയിന്ന് കാണണം, എനിക്ക് നിധിയെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധിയെ കാണാനായിട്ട് സുധീഷ് പോവുകയാണ്. അവിടെ ചെന്ന് നിധിയോട് സോറി പറയുകയാണെങ്കിൽ ചിലപ്പം നിധി വീട്ടിലേക്ക് തിരികെ വരുമെന്നൊരു ചിന്തയായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.